പാട്ടിനൊപ്പം വീണ്ടും രാഷ്ട്രീയം പറഞ്ഞിരിക്കുന്നു റാപ്പർ വേടൻ. ആ വാർത്തയിലേക്കാണ് ഇനി. ന്യൂനപക്ഷം സുരക്ഷിതരായിരിക്കാൻ ശരിയായ പക്ഷത്തിന് വോട്ട് ചെയ്യണം എന്നാണ് വേടൻ പറഞ്ഞത്. കോഴിക്കോട്ടെ പരിപാടിക്കിടെയായിരുന്നു റാപ്പർ വേടന്റെ പരാമർശം. നമ്മളെ പോലുള്ള ന്യൂനപക്ഷങ്ങളാണ് ഇല്ലെങ്കിൽ ഉമ്മരെ എന്നെ നമ്മളെ കഴിച്ചിട്ട് പോയവന്മാര് മനസ്സിലാവുന്നുണ്ട്. അതിവിടെ കസാര ഇട്ടിരിക്കുന്നവർക്കും കാണാൻ വേണ്ടി 2 കാലം മണിക്കൂറായിട്ട് നിൽക്കുന്നവർ മനസ്സിലാവേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയില് സ്വതന്ത്രമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടാൻ പറ്റുന്നത്, വിപ്ലവ പാട്ടുകൾ പാടാൻ പറ്റുന്നത്, സഹമനുഷ്യരെ സ്നേഹിക്കാനും സഹായിക്കാനും പറ്റുന്നത് ഇവിടെ ന്യൂനപക്ഷ ജനങ്ങള് ശക്തമായിട്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. മക്കളെ ഇനിയൊക്കെ മൂഞ്ചി പോയനെ. ഒരു 3-4 മാസത്തിലെ ഇലക്ഷൻ വരെയാണ്. നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക, നോക്കി. അജി കുഞ്ഞുമോൻ വിശദാംശങ്ങളുമായി. അജി, മുൻപ് നമ്മൾ അദ്ദേഹത്തിന്റെ പാട്ടിൽ ചില വരികളിലൂടെയൊക്കെ ഇത്തരം രാഷ്ട്രീയം പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അദ്ദേഹം സംസാരിക്കുകയാണ്. അത് വരുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അനുജ, റാപ്പർ വേടന്റെ പല പാട്ടുകൾ നമ്മൾ കേട്ടതാണ്. പാട്ടിലൂടെ അദ്ദേഹം രാഷ്ട്രീയം പത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ കോഴിക്കോട് ജിടെക്കിന്റെ ഒരു വലിയ പരിപാടി കോഴിക്കോട് ബീച്ചിൽ നടന്നിരുന്നു. അപ്പോൾ ആ പരിപാടിക്കിടയിലാണ് ഇത്തരത്തിലൊരു പരാമർശം അദ്ദേഹം നടത്തിയത്. അതായത് ന്യൂനപക്ഷങ്ങൾ എന്നും ശക്തരായി തന്നെ നിലകൊണ്ട് നിന്ന ജനതയാണ്, അതുകൊണ്ടാണ് തന്നെ പോലെയുള്ള ആളുകൾക്ക് ഇത്ര കൃത്യമായിട്ട് ഇവിടെ വന്ന് പാട്ട് പാടുവാനും ശക്തമായ നിലകൊള്ളാനും കഴിഞ്ഞത് എന്ന് റാപ്പർ വേടൻ പറഞ്ഞു. അത് മാത്രമല്ല, ന്യൂനപക്ഷ സമൂഹം സുരക്ഷിതരായിരിക്കാൻ ശരിയായ പക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന ഒരു പരാമർശവും കൂടി റാപ്പർ വേടൻ ഇന്നലെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത് നമ്മൾ കണ്ടതാണ്. അതാണ് അല്പസമയം മുൻപ് കണ്ടത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശരിയായ പക്ഷത്തിന് വോട്ട് ചെയ്ത് നിങ്ങളുടെ രാഷ്ട്രീയം ശരിയായ പക്ഷത്തിനൊപ്പം നൽകണം. അത് ന്യൂനപക്ഷങ്ങൾ എപ്പോഴും സുരക്ഷിതരായിരിക്കണം. അതുകൊണ്ട് തന്നെ ശരിയായ പക്ഷത്തിന് വോട്ട് ചെയ്യണമെന്നുള്ള ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ വേടൻ ഇന്നലെ കോഴിക്കോട് വിളിച്ചു പറഞ്ഞത്. ഇതിനു മുൻപും വേടൻ തന്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് വലിയ തരത്തിൽ വിവാദങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു, വലിയ തരത്തിൽ കോളിളക്കമൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പരാമർശങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തോട് യോജിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഒന്നും തന്നെയും വേടൻ നടത്തിയിരുന്നില്ല, വേടന്റെ പരിപാടിക്കിടയിൽ ഒന്നും നടത്തിയിരുന്നില്ല. അപ്പോൾ ഇന്നലെ കോഴിക്കോട് വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു പരാമർശം വേടൻ നടത്തിയത്. ഏതായാലും വേടന്റെ ഈ പരാമർശം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ തലത്തിൽ ചർച്ചയാവുകയാണ്. വേടന്റെ പരാമർശം കൃത്യമായ ശരിയായ പക്ഷത്തിന് വോട്ട് ചെയ്യണമെന്നുള്ള ആ പരാമർശം വൈറൽ കട്ടുകളായി സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ ചർച്ചയാവുകയാണ്. അനുജ, അതാണ് പാട്ടിനൊപ്പം രാഷ്ട്രീയം സംസാരിച്ചിരിക്കുന്നു വേടൻ എന്നതാണ്. അജി കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.